ശിവനുമെതിരെ ധനുഷ് പ്രതികാരം വീട്ടുന്നുവെന്ന ആരോപണവുമായി നയൻതാരയുടെ വിവാഹത്തോടനുബന്ധിച്ച് നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കാനിരുന്ന നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററി വൈകിയതിന് പിന്നിൽ ധനുഷാണെന്നാണ് നയൻതാരയുടെ കുറിപ്പിൽ ആരോപിക്കുന്നത്. നയൻതാര ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച് തുറന്ന കത്തിലാണ് ധനുഷിനെതിരെയുള്ള വെളിപ്പെടുത്തലുകൾ. 2022 നയൻതാര വിഘ്നേഷ് വിവാഹം നടന്നത്. നയൻതാരയുടെ കരിയറിനെ ആധാരമാക്കി ഒരുക്കിയ ഡോക്യുമെന്ററിയിൽ താനും റൗഡി താൻ എന്ന ചിത്രത്തിലെ ചില രംഗങ്ങൾ ഉപയോഗിക്കുന്നതിന് ചിത്രത്തിന്റെ നിർമ്മാതാവായ ധനുഷ് തടസ്സം നിന്നതിനാലാണ് 2 വർഷം നീണ്ട കാത്തിരിപ്പ് ഡോക്യുമെന്ററിയുടെ റിലീസിനായി വേണ്ടി വന്നത് എന്നും കുറിപ്പിൽ പറയുന്നു. വിഘ്നേഷ് സംവിധാനം ചെയ്ത നയൻതാര പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലായത്. നയൻതാരയുടെ സിനിമാ ജീവിതം പ്രമേയമാകുന്ന ഡോക്യുമെന്ററിയിൽ താനും റൗഡി താൻ എന്ന ചിത്രത്തിലെ ചില ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതിനായി ധനുഷിനെ സമീപിച്ചിരുന്നെങ്കിലും ധനുഷ് NOC തരാൻ വിസമ്മതിക്കുകയായിരുന്നു. നടപടികൾക്ക് കാലതാമസം നേരിട്ടത് ഡോക്യുമെന്ററിയുടെ റിലീസിനെ ബാധിച്ചു. പലതവണ ആവശ്യപ്പെട്ടിട്ടും സിനിമയിലെ ചിത്രങ്ങൾ പോലും ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിച്ചിരുന്നില്ല. ഇക്കാരണത്താൽ ചിത്രം എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നെന്നും നയൻതാരയുടെ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഒടുവിലായി ഡോക്യുമെന്ററിയുടെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ ധനുഷ് 10 കോടി ആവശ്യപ്പെട്ടുകൊണ്ട് നയൻതാരയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. താനും റൗഡി താൻ സിനിമയുടെ ചിത്രീകരണ സമയത്ത് ചിലർ ഷൂട്ട് ചെയ്ത 3 സെക്കൻഡ് ദൈർഘ്യമുള്ള ലൊക്കേഷൻ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചു എന്ന കാരണത്താലാണ് ധനുഷ് നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്ന് നയൻതാര പറയുന്നത്. ഇന്റർനെറ്റിൽ ഇതിനോടകം തന്നെ പ്രചരിക്കുന്ന ചില ദൃശ്യങ്ങളാണ് ട്രെയിലറിൽ താൻ ഉപയോഗിച്ചത് എന്നും BTS ദൃശ്യങ്ങൾ ട്രെയിലറിൽ ഉപയോഗിച്ചത് എങ്ങനെയെന്ന പകർപ്പവകാശ ലംഘനമാകുമെന്നും നയൻതാര ചോദിക്കുന്നുണ്ട്. മുമ്പും ധനുഷിന്റെ പ്രവൃത്തികൾ തന്നെയും കുടുംബത്തെയും വേദനിപ്പിച്ചിട്ടുള്ളതായിട്ട് കത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. സിനിമാ ചിത്രീകരണ സമയത്ത് ധനുഷിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിരുന്നു. സിനിമ ഇഷ്ടപ്പെടാതിരുന്ന ധനുഷ് ചിത്രം വലിയ വിജയമായപ്പോൾ അസ്വസ്ഥനാണെന്നും നയൻതാര പറയുന്നു. ഇതിന്റെ ബാക്കി പത്രമായാണ് സിനിമയുടെ ഭാഗങ്ങൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ചതും ഇപ്പോൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വക്കീൽ നോട്ടീസ് അയച്ച് പക വീട്ടുന്നത് എന്നും നയൻതാര ആരോപിക്കുന്നു. 2016 ഫിലിം ഫെയറിൽ നടന്ന അപമാനിച്ചതടക്കം ഒന്നും മറക്കില്ല എന്നും നയൻതാര ഓപ്പൺ ടൈറ്റിലിൽ കുറിച്ചിട്ടുണ്ട്. എന്താണെന്ന് സംഭവിച്ചത് എന്ന് തിരയുകയാണ് ആരാധകരും. 2016 നടന്ന ഫിലിം ഫെയറിൽ താനും റൗഡി താൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നയൻതാരയ്ക്കായിരുന്നു മികച്ച നടിക്കുള്ള പുരസ്കാരം. താനും റൗഡി താൻ കാക്ക മുട്ടൈ എന്നീ തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച ധനുഷ് മികച്ച പ്രൊഡ്യൂസർക്കുള്ള പുരസ്കാരവും ആ വേദിയിൽ ലഭിച്ചിരുന്നു. ആദ്യ പുരസ്കാരം സ്വീകരിക്കാനായി ക്ഷണിക്കപ്പെട്ട ധനുഷ് കാക്ക മുട്ടൈ എന്ന സിനിമയെക്കുറിച്ചും അതിൽ നായികയായി അഭിനയിച്ച ഐശ്വര്യ രാജേഷിനെ കുറിച്ചും വാചാലയായി. ഐശ്വര്യയുടെ പ്രൊഫഷണലിസത്തെ കുറിച്ചുള്ള ധനുഷിന്റെ ഓരോ വാക്കും നയൻതാരയ്ക്കെതിരെയുള്ള കൊട്ടായിരുന്നു. എന്തെന്നാൽ ആ കാലത്ത് നയൻതാര വിക്കി പ്രണയം കൊടുമ്പിരി കൊണ്ടു നിൽക്കുകയായിരുന്നു. ഇവരുടെ പ്രണയം കാരണം ഷൂട്ടിംഗ് നീണ്ടുപോയി എന്നും നിർമ്മാതാവിന് വലിയ തുക നഷ്ടപ്പെട്ടു എന്നുമൊക്കെയുള്ള ഗോസിപ്പുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഐശ്വര്യയുടെ പ്രൊഫഷണലിസത്തെ കുറിച്ച് ധനുഷ് പറഞ്ഞ ഓരോ വാക്കുകളും നയൻതാരയ്ക്കെതിരെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടായിരുന്നില്ല. തുടർന്ന് മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വീകരിക്കാൻ വേദിയിലെത്തിയ നയൻതാരയെ പരസ്യമായി ധനുഷിനോട് മാപ്പ് പറയുകയും ചെയ്തു. താനും റൗഡി താൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ പുരസ്കാരം. ഇതിന് തന്നെ പ്രാപ്തനാക്കിയ സംവിധായകനും നായകനും അടക്കം ഓരോ ടെക്നീഷ്യനും നയൻതാര നന്ദി പറഞ്ഞിരുന്നു. അവസാനം ധനുഷിനോട് സോറിയും അദ്ദേഹത്തിന് എന്റെ പെർഫോമൻസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് ഉറപ്പാണ്, അതുകൊണ്ടാണ് മാപ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും നയൻതാര പറഞ്ഞതും വൈറലായി. സിനിമ റിലീസ് ചെയ്തിട്ട് 10 വർഷവും ഈ സംഭവം നടന്നിട്ട് 8 വർഷങ്ങളുമായി. ഇപ്പോഴും ഇവർക്കുമിടയിൽ ആ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്ന് പുറത്തു വരുന്ന ഒരു ഓപ്പൺ ലെറ്ററിലൂടെ വ്യക്തമാവുകയാണ്. ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്.